അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വെടിനിർത്തൽ സ്ഥിരീകരിച്ച് ഇറാൻ ഇനി ആക്രമണം നടത്തില്ലെന്ന നിലപാട് ഇറാൻ വ്യക്തമാക്കി. അതിനിടെ ഇന്ന് രാവിലെ ഇറാഖിലെ ബാഗ്ദാദിലെ അമേരിക്കൻ സൈനിക താവളം ലക്ഷ്യമിട്ടും ഇറാന്റെ ആക്രമണമുണ്ടായി. ഇസ്രയേലിലേക്ക് വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ ശ്രമിച്ചതായും വിവരമുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രയേലിലെ ബീർഷെബയിൽ 3 പേർ കൊല്ലപ്പെട്ടതായും മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായും വിവരങ്ങളുണ്ട്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് ആദ്യം വന്ന പ്രതികരണം വിദേശകാര്യമന്ത്രിയുടേതായിരുന്നു. അങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് തങ്ങൾ പോയിട്ടില്ല, ഇസ്രായേൽ നിർത്തുകയാണെങ്കിൽ നിർത്താം എന്നതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇറാൻ വെടിനിർത്തൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കൻ അഗ്രഷന്, അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനത്തിന് മറുപടി നൽകി കഴിഞ്ഞു. ഇനി മിസൈൽ ആക്രമണം നിർത്താം എന്ന് ഇറാൻ പറയുന്നതായാണ് വിവരങ്ങൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ സംഘർഷത്തിനൊരു അയവ് വരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഇറാൻ ഇപ്പോൾ ഈ ഒരു സീസ് ഫയറിന് തയ്യാറായിരിക്കുന്നു, വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് ഇറാൻ വരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ തന്നെ 12ാം ദിനമായ ഇന്ന് തന്നെ ഈ വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കും. അത്തരത്തിലൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട് വ്യക്തമാക്കി. അതായത് അമേരിക്കയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെ മിലിറ്ററി ബേസുകൾ, അമേരിക്കൻ മിലിറ്ററി ബേസുകൾ ആക്രമിച്ചതിലൂടെ നൽകാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഒരു മിസൈൽ ആക്രമണം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ്, അത്തരത്തിലൊരു നയമാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ ഈ സീസ് ഫയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇസ്രായേലിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഒരാശങ്കപ്പെടുത്തുന്ന കാര്യം, നിലവിൽ ഈ സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സൂചനകൾക്കിടയിലും ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ഇറാഖിലെ ബാഗ്ദാദിലെ US മിലിറ്ററി ബേസ് കേന്ദ്രീകരിച്ച് ഒരു ആക്രമണ ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷം നിരവധി മിസൈലുകൾ ഇറാനിൽ നിന്ന് ലോഞ്ച് ചെയ്തു. ഈ ടെല്ലവീവിലേക്കും ഒപ്പം തന്നെ ഹൈഫ അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ മറ്റൊന്ന് തെക്കൻ ഇസ്രായേലിൽ ചില മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ള സ്ഥിരീകരണം കൂടി, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, ജനവാസ മേഖലകളിൽ ചിലവർ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള ഒരു വിവരങ്ങൾ കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 12 ദിവസം നീണ്ടുനിന്ന ഒരു സംഘർഷത്തിന് അയവ് വരുന്നു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കം ഇരു രാജ്യങ്ങളും നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ നിലപാടിനായി ലോകം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഇത് ലോകത്തിന്റെ വിജയമാണ്, മിഡിൽ ഈസ്റ്റിന്റെ വിജയമാണ്. ഈ രാജ്യങ്ങളും ഈ ഒരു സംഘർഷത്തിൽ, ഈ 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ നിരവധി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുന്നു. ഇരു രാജ്യങ്ങൾക്കും താൻ നന്ദി അറിയിക്കുന്നു തുടങ്ങിയ പ്രതികരണങ്ങൾ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ മറ്റൊരു ചോദ്യം ഉയരുന്നത് ശ്രീജ, അതായത് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്ന പോലെ തന്നെ എന്തിനായിരുന്നു ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് ഇരു രാജ്യങ്ങളും വന്നത്? അതായത് ഇസ്രായേലിന്റെ ഒരു ആക്രമണം എന്തിനായിരുന്നു നടത്തിയതെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. അമേരിക്ക എന്തിന് ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഈ സംഘർഷത്തിലേക്ക് രംഗത്ത് വന്നു, പ്രത്യക്ഷമായി രംഗത്ത് വന്നടക്കമുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ ഇതുവരെയും ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴൊരു സീസ് ഫയറിലേക്ക് പോകാനുള്ള ഒരു നീക്കം അതെന്ത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ എന്ത് മുന്നിൽ കണ്ടിട്ടാണ് എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ച് നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ എടുത്തവരുടെ നിലപാട് നമുക്കറിയാവുന്നതാണ്. 2 സമയം നൽകിയതിനു പിന്നാലെ ഉടനടി തന്നെ ഒരു തിരിച്ചടി നൽകുന്ന, ഇറാന് മേൽ കനത്ത പ്രഹരമേൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ ഈ സീസ് ഫയറിലേക്ക് പോകുമ്പോൾ അത് രണ്ടുപേരും, 2 ഭാഗത്തു നിന്നും അത് പാലിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. നമുക്ക് മുന്നിൽ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ കരാർ
ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നതിന് പിന്നാലെ 5 മണിക്ക് ഇത്തരത്തിലുള്ള ഒരു സീസ്ഫയറിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വരികയും ചെയ്തു. പക്ഷേ അന്ന് രാത്രി വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വളരെ പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിലേക്ക് ഇതും വഴിവെക്കുമോ എന്നുള്ള ആശങ്ക ലോകരാജ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത് ഇസ്രയേലും ഒരു വശത്ത് ഇസ്രയേലാണ്, മറ്റൊരു വശത്ത് ഇറാനാണ്. ഇരു രാജ്യങ്ങളും കനത്ത രീതിയിൽ ആക്രമണത്തിൽ നാശനഷ്ടം നേരിട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോവുക? ഈ സീസ് ഫയറിലോട് കൂടി കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുമോ? ഈ സംഘർഷത്തിന് ഒരു അറുതി വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. മിഥുൻ, ഇസ്രയേൽ ആൻഡ് ഇറാൻ came to me almost simultaneously and said peace. I knew the time was now. ഇരു രാജ്യങ്ങളും ഒരേ സമയം തന്റെ അടുക്കലേക്ക് വന്നു, സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതാണ് കൃത്യസമയം എന്ന് തനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അതിന് മുൻകൈ എടുത്തു. ആൻഡ് ദ മിഡിൽ ഈസ്റ്റ് ആർ ദ റിയൽ വിന്നേഴ്സ്. പശ്ചിമേഷ്യ ഈ യുദ്ധത്തിലെ യഥാർത്ഥ വിജയികൾ അവരാണ്. രണ്ട് രാജ്യങ്ങളും ഇനി സ്നേഹം, സമാധാനം, സമൃദ്ധി ഇതെല്ലാം മുന്നോട്ട് കാണും. They have so much to gain and yet so much to lose if they stray from the road of righteousness and truth. സത്യത്തിന്റെയും നന്മയുടെയും പാതയിൽ നിന്ന് വ്യതിചലിച്ച അവർക്ക് മുന്നിൽ മോശം കാര്യങ്ങളാണ് വരിക. പക്ഷേ യുദ്ധം ഈ സമയത്ത് നിർത്തുകയാണെങ്കിൽ സ്നേഹവും സമാധാനവും സമ്പൽ സമൃദ്ധിയുമൊക്കെയാണ് ഇരു രാജ്യങ്ങളെയും കാത്തിരിക്കുന്നത് എന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം. The future of Israel and Iran is unlimited and filled with great promise. God bless you both. ഇതാണ് ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിൽ ട്രംപിൻ്റെതായി വരുന്ന പുതിയ പോസ്റ്റ്. രാവിലത്തെ പ്രഖ്യാപനം വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചു എന്നതായിരുന്നെങ്കിൽ അതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെയൊരു വിശദീകരണം കൂടി വന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഒരേ സമയത്ത് തനിക്കരികിലേക്ക് എത്തി ഒരു വെടിനിർത്തൽ വേണം, സമാധാനം വേണമെന്നാവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനം. മിഥുൻ, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഇത്തവണ ട്രംപ് തന്നെ കൊണ്ടുപോകുമോ എന്ന് പലതവണ സംശയിച്ചിരുന്നു. അതിനിടയിലാണ് ഇറാന് നേർക്കൊരു ആക്രമണമൊക്കെ വന്നത്. അപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടത് ഇത് എന്തു പറ്റി ട്രംപിന്? ഇപ്പോൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്നൊരു വ്യതിചലനമാണല്ലോ എന്നാണ്. ഇതാ വീണ്ടും ആ പാതയിലേക്ക് തന്നെ ട്രംപ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രീജ, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ മുൻപും ട്രംപ് നടത്തിയിട്ടുണ്ട്. അതായത് റഷ്യ യുക്രൈൻ വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, ആ ചർച്ചയിലേക്കൊക്കെ മധ്യസ്ഥത വഹിക്കുകയും ഒക്കെ ചെയ്തത് താനാണ്. ഒപ്പം തന്നെ അതിൽ പുടിനുമായി താൻ നേരിട്ട് സംസാരിച്ചു. അതായത് പുടിൻ ഇത്തരത്തിലുള്ള ആവശ്യം തന്നോട് മുന്നിലേക്ക് വെക്കുകയും ചെയ്തു എന്നുള്ള രീതിയിലുള്ള അവകാശവാദം അന്ന് ട്രംപ് നടത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് അത്തരത്തിലുള്ളൊരു ഫോൺ കോൾ ട്രംപുമായി താൻ നടത്തിയിട്ടില്ല എന്ന രീതിയിൽ അത് തള്ളിക്കൊണ്ട് പുടിൻ രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ മറ്റ് ഒന്ന് ഈ വ്യാപാര യുദ്ധം, അതായത് US ചൈന വ്യാപാര യുദ്ധത്തിലേക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത്തരത്തിൽ ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധം അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചൈനീസ് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് തന്നെ ഫോണിൽ വിളിക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കണം, വ്യാപാര യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ തങ്ങൾ ഈ ഒരു താരിഫ് വർദ്ധിപ്പിച്ച നടപടിയിൽ നിന്ന് പിന്നോട്ട് പോയെന്നുള്ള അവകാശവാദം അന്ന് വീണ്ടും ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതേ രീതിയിൽ മറുപടി ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയോ ഞങ്ങളുമായി ട്രംപ് നടത്തിയിട്ടില്ല. അതിനെ തള്ളി ചൈന രംഗത്ത് വന്നു. പിന്നീട് ഏറ്റവും ഒടുവിലായിരുന്നു ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടനില നിന്നത് താനാണ്. താൻ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തന്നോട് നിരന്തരം ആവശ്യപ്പെട്ടു. ഇനിയൊരു സമാധാനം പുലർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് ട്രംപ് തന്നെ മുൻകൈ എടുക്കണമെന്നുള്ള ആവശ്യം ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു എന്നുള്ള ഒരു അവകാശവാദം നടത്തുകയും അതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പിന്നീട് ഇന്ത്യയും അത് തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതേ രീതിയിൽ തന്നെ ആയി നമുക്ക് ഇതിനെയും കണക്കാക്കാം. കാരണം ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളുടെ കാല് പിടിച്ചു, ഇസ്രായേലും US തങ്ങളുടെ കാല് പിടിച്ചു, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ തങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു വാദം അവർ മുൻവെക്കുന്നു. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു പരാമർശവും അവർ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ട്രംപ് ഉയർത്തിക്കൊണ്ടുവരുന്ന വാദങ്ങൾ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ തള്ളുന്ന ആ രീതിയിൽ മാത്രം ഇതിനെ കണക്കാക്കി മതിയെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തത്. മറ്റൊന്ന്,
ഇനി ഇസ്രായേൽ ഇതുവരെയും, അതായത് അമേരിക്ക എന്തു പറഞ്ഞാലും അതേ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന രാജ്യം ആണ് ഇസ്രായേൽ. പക്ഷേ അവർ ഇതുവരെയും ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു ഈ സീസ്ഫയറുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അത്തരത്തിലൊരു ചോദ്യം ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്നു. ഇറാന് സമ്മതം മൂളിയിരിക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് ഇസ്രായേൽ ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ചോദ്യവും സ്വാഭാവികമായും ശ്രീജ ഉയരുന്നുണ്ട്. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് വരേണ്ടത്. ഇപ്പോഴും ഇറാന്റെ കൃത്യമായി അയത്തുള്ള അലി ഖംനയെ പോലെ ആധികാരികമായ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടവരുടെ ഭാഗത്തു നിന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒന്നും നമ്മൾ കാണുന്നില്ല. ഒരു പക്ഷേ അവർ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കാം മിഥുൻ. പക്ഷേ ഈ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രകോപനങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CNN റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 8 പേർ ഇസ്രായേലിൽ ഇറാൻ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഈ ഒരു